നമ്മളോടൊപ്പം ഉള്ളത് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് മെൻറ്റേഴ്സാണ്. ഭയങ്കരമായിട്ടൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ട് കോൺസ്പയർ ചെയ്യുന്നു. എക്സാക്ട്ലി അത് പ്രാവർത്തികമാക്കിയ ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. 18 വർഷത്തോളം പഠിക്കാതെ, എഡ്യൂക്കേഷൻ ഇല്ലാതെ തന്നെ പഠിക്കാതെ ഒന്നിരുന്ന വീട്ടിൽ കുട്ടികളെയൊക്കെ നോക്കിയിരുന്നവരുണ്ട്. അസിസ്റ്റന്റ് ബാങ്ക് മാനേജറായിട്ട് ഇരുന്നിട്ട് തന്നെ മോണ്ടിസറി കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, PG കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റില. അതെ, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ഷെയർ ചെയ്യാനാണ്. അതെ, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ഷെയർ ചെയ്യാനാണ്. അതെ, വളരെ അതെ, വളരെ സന്തോഷമായിട്ടുള്ളൊരു ഹാപ്പി മൊമെന്റ്. ഓൺലൈനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ആവും. പക്ഷെ നമ്മളിവിടെ ഓൺലൈനായിട്ട് മാത്രമല്ല, എൻട്രിയിൽ തന്നെ ലാബ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് വരുന്നുണ്ട്, കാസർഗോഡ് വരുന്നുണ്ട്. സ്റ്റുഡൻസിന് എവിടെ പോയി മെറ്റീരിയൽസ് കണ്ടു പഠിക്കാൻ പറ്റുമോ ഈ ക്ലാസ്സസ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ശേഷം. അല്ലേ 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 മിസ് അത് എന്റെ സാധനം ഇനി വരില്ല കേട്ടോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മളുടെ സ്റ്റുഡൻസിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് മെന്റേഴ്സ് ആണ്. ഗായത്രി, വിചിത. അതെ, നമ്മൾ ഇവരെ ഇന്ന് ഇവിടെ വരുത്താൻ തന്നെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇപ്പോഴും. ലൈക്ക് എന്താണ് മോണ്ടിസോറി എന്ന് ആർക്കും അറിയില്ല, അല്ലെങ്കിൽ എന്തിനാണ് മോണ്ടിസോറി എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിനെല്ലാം ക്ലിയർ ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൂടാണ്ട് നമുക്ക് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റില, അതായത് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അതെ, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ മൂന്നുപേരും വന്നിരിക്കുന്നത്. 1400+ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഈ ഒരു ഇത്രയും ആ ഒരു ഒക്ടോബർ കൊണ്ടിട്ട് നമ്മൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത്. ഇനി നമ്മുടെ ഡിസംബർ കൊണ്ടിട്ട് 1500 ആവണം എന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ മെന്റേഴ്സിന്റെ ഒരു അച്ചീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ അടുത്ത നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലേക്ക് നമ്മളൊരു 2000+ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതെ, നമ്മളുടെ കോഴ്സിന്റെ അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ വഴി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ 1400 എന്നുള്ള ഒരു അച്ചീവ്മെന്റിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാവോ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് എങ്ങനെ ഒരു ടീച്ചർ ആവാന്നുള്ളത്. അപ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള ഒരു ഇതിൽ മിസ്സിന് എന്താണ് പറയാനുള്ളത്? ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നെ ഈ കൊറോണ ടൈമിൽ എന്തായിരുന്നു, ഓൺലൈനിലാണ് ക്ലാസ്സസ് പൊയ്ക്കൊണ്ടിരുന്നത്. അതെന്തായി സക്സസ് ആയില്ലേ? ആ 1 ഇയർ എന്ന് പറയുന്ന കൊച്ചു കുട്ടികളുടെ ആണെങ്കിൽ പോലും അവർ ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തു, ആ ലെറ്റേഴ്സ് പഠിച്ചു. അപ്പൊ അതെല്ലാം സക്സസ് ആയില്ലേ? അതേപോലെ തന്നെയാണ് അതിലും ഒരു ടീച്ചർ ആകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്ര കാര്യങ്ങൾ. ഇപ്പൊ മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതലും മോണ്ടിസോറിയിൽ ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഓൺലൈനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ആവുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കേൾക്കാം. പക്ഷെ നമ്മളിവിടെ ഓൺലൈനായിട്ട് മാത്രമല്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ലാബുണ്ട്, എൻട്രിയിൽ തന്നെ ലാബ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് വരുന്നുണ്ട്, കാസർഗോഡ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക്, നമ്മുടെ സ്റ്റുഡൻസിന് എവിടെ പോയി മെറ്റീരിയൽസ് കണ്ടു പഠിക്കാൻ പറ്റുമോ ഈ ക്ലാസ്സസ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ശേഷം ഓഫ്ലൈനായിട്ടും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് ഇത്രയും സക്സസ് ആയിട്ട് പോകുന്നത്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ എന്നുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഓഫ്ലൈൻ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മോർണിംഗ് ടു ഈവനിങ് ഇരിക്കണം, നിങ്ങൾ അതിനനുസരിച്ച് പോകണം. ഇവിടെ ഓൺലൈൻ ആകുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള ടൈം, മോർണിംഗ് ആണോ ഈവനിങ് ആണോ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ക്ലാസ്സസ് എല്ലാം നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ റെക്കോർഡ് ചെയ്ത് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ വേറെ വലിയ പ്രശ്നം മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡ്സ് ഓൺ ആയിട്ട് പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ നിലോഫർ മിസ് പറഞ്ഞതും അതാണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ മെറ്റീരിയൽ ക്ലാസ്, പ്രാക്ടിക്കൽ ക്ലാസ് അവൈലബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ലാബിലെ പ്രസന്റേഷൻ ഓൺലൈനായിട്ട് റെക്കോർഡിംഗ് കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ ഓഫ്ലൈനായിട്ട് നമ്മൾ 3 സെന്റേഴ്സിൽ ഓൾറെഡി നടക്കുന്നുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനും ആക്ച്വലി ഉണ്ട്. കുറച്ചും കൂടെ കൂടുതൽ ഓഫ്ലൈൻ സെന്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ഓഫ്ലൈനും ആകെ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നു, ഇത് നിങ്ങളുടെ വീട്ടിൻ്റെ സൗകര്യത്തിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മിസ് ഇപ്പോൾ മെറ്റീരിയൽസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ അറിയാത്ത ഒരാളാണെങ്കിൽ വന്നിട്ട് ഇപ്പോൾ ഈ മെറ്റീരിയൽസ് മോണ്ടിസോറി എന്നൊക്കെ കുറിച്ച്
കേട്ട് കഴിഞ്ഞാൽ ആർക്കും പെട്ടെന്ന് അത് കണക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് മോണ്ടിസോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടർ ഡോക്ടർ മറിയ മോണ്ടിസോറി ആയിരുന്നു. ഡോക്ടർ മറിയ മോണ്ടിസോറി ഇറ്റലിയിലെ തന്നെ ആദ്യത്തെ ലേഡി ഡോക്ടറായിരുന്നു. ഇറ്റലിയിലെ തന്നെ ആദ്യത്തെ വനിതാ ഡോക്ടറായിരുന്നു ഡോക്ടർ മറിയ മോണ്ടിസോറി. അപ്പോൾ തൻ്റെ പാഷൻ ഈ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്നതല്ല, കുട്ടികളിലും ആണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ മറിയ മോണ്ടിസോറി കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടിയിട്ടൊരു സ്ട്രക്ചർ രൂപപ്പെടുത്തിക്കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ ആ ഒരു സ്കൂളിൽ നമ്മൾ ഇന്ന് കാണുന്ന ഡോക്ടർ മറിയ മോണ്ടിസോറി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്കൂളിൽ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള അപ്പാരറ്റസ്, അതായത് മീൻസ് എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും ഉണ്ടായിരുന്നില്ല. ഫ്യൂ അപ്പാരറ്റസ് വെച്ചിട്ടാണ് ഡോക്ടർ മറിയ മോണ്ടിസോറി അന്ന് ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് കുട്ടികളായിട്ട് ഇടപെട്ട് ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റാക്കിൽ നിന്ന് ഒരു സാധനം വർക്ക് സ്പേസിലേക്ക് കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് 2.5 വയസ്സുള്ളൊരു കുഞ്ഞുകുട്ടി, ഒരു മോൻ, അവൻ്റെ സ്വന്തമായിട്ട് അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, അവൻ്റെ ബട്ടൺസ് ഇടുന്നത്, ഷൂ ലേസ് കെട്ടുന്നത്, ഇങ്ങനെ വളരെ ബേസിക് മാനേഴ്സ് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് മോണ്ടിസോറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഴയ എഡ്യൂക്കേഷൻ രീതിയിൽ നിന്ന് മോണ്ടിസോറി ഡിഫറെൻ്റ് ആക്കുന്നത് എങ്ങനെയാണ്? പഴയ രീതി എന്ന് പറയുന്നത് അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മൾ പോകുന്നത്. മെയിനായിട്ടും എല്ലാ ട്രഡീഷണൽ സ്കൂൾസിലെല്ലാം പോകുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കളേഴ്സ് കാണിക്കുന്നു, കളേഴ്സ് ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലൂടെയാണ്. ഇപ്പോൾ ആപ്പിൾ എടുത്താലും ഒരു എക്സാമ്പിൾ പറയുകയാണ്, ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ആ ആപ്പിൾ ബോർഡിൽ വരച്ചു കൊടുക്കുന്നു. നമ്മളൊക്കെ എങ്ങനെയായിരുന്നു കണ്ടിട്ടുള്ളത് അല്ലേ? ഒരു ആപ്പിൾ എങ്ങനെ, ഒരു ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ആപ്പിൾ, ഒരു 1 എന്നുള്ളത് ഒരു ലീഫും ആയിരിക്കും അല്ലേ? അത് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. പക്ഷെ ഒരു മോണ്ടിസോറി സ്കൂൾ എന്ന് പറയുന്നത് ഒരു ആപ്പിൾ എടുക്കുകയാണെങ്കിൽ ആ ആപ്പിളിനെ കട്ട് ചെയ്ത് ആ ആപ്പിളിന്റെ കട്ട് ചെയ്ത് അതിന്റെ സ്മെല്ല്, ആപ്പിളിന്റെ സ്മെല്ലുണ്ടോ? സെയിം. അത് നമ്മൾ ആ കുട്ടികളെ കൊണ്ട് എക്സ്പെരിമെന്റ് ആ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. സ്മെല്ലുണ്ടോ, അതേപോലെ അതിന്റെ ടേസ്റ്റ് എന്താണ് അല്ലെ? അങ്ങനെ ഓരോ കാര്യങ്ങള് ഷേപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ കുട്ടികളെ കൊണ്ട് ആ ഒരു പ്രസന്റേഷനിലൂടെ ഉള്ള ഒരു കാര്യമാണ് മോണ്ടിസോറി വേ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ സബ്ജക്ട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതായത് സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ലാംഗ്വേജസ് സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോണ്ടിസറിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് 5 ഏരിയാസ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രാക്ടിക്കൽ ലൈഫ്, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഒരാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. സെൻസോറിയൽ ഡെവലപ്മെന്റ്, നമ്മളെ ബ്രെയിൻ ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പല സെൻസസും നമുക്ക് ആക്ടിവേറ്റ് ആവണം. അതിൽ 9 സെൻസസിനെ ആക്ടിവേറ്റ് ആക്കും. നമുക്ക് പലർക്കും 5 സെൻസസിനെ പറ്റി അറിയുള്ളൂ. 9 സെൻസസ് ഉണ്ട്. ആ 9 സെൻസസിനെയും ആക്റ്റീവ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നത്, അതായത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി അവരുടെ സെൻസസ് ഹൈലി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അത്രയും പ്രോപ്പർ ആയിരിക്കും. കൾച്ചറൽ വരുന്നുണ്ട്, സ്പേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്. ബേസിക് ആയിട്ട് ഒരു കുട്ടിക്ക് ആസ് ആൻ ഇൻഡിവിജ്വൽ ലൈഫിൽ സർവൈവ് ചെയ്യാൻ എന്താണ് ആവശ്യം, അവരൊരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ ആക്കിയാണ് എടുക്കുന്നത്. ബേസിക്കലി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പോകുമ്പോൾ എന്താണ്, ചെറുതിലെ തൊട്ട് വലുതാവും വരെ നമ്മളൊരു പർട്ടിക്കുലർ സാധനം ലൈഫിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പം പലരും മാത്സ് ഒക്കെ പഠിക്കുന്നുണ്ട്, നമ്മളെല്ലാം ട്രിഗ്നോമെട്രിക് ഫെസിലിറ്റീസ് യൂസ് ചെയ്തല്ല പോകുന്നത്. പക്ഷെ മോണ്ടിസറിയിലൂടെ പോകുമ്പോൾ ലൈഫ് സ്കിൽസ് അവർ മനസ്സിലാക്കിയാണ് പോകുന്നത്. അഡീഷൻ എന്തിനാണ് നമ്മൾ ആവശ്യം, ഡിവിഷൻ എന്താണ് നമ്മൾ ലൈഫിൽ നമുക്ക് ആവശ്യമാവുന്നത്, എന്തിലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ ഒരു പ്രോപ്പർ ഐഡിയ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് മോണ്ടിസറി വേ ഓഫ് ടീച്ചിങ്ങിലൂടെ മനസ്സിലാക്കി കിട്ടും. അതേപോലെ ഒരു ഏരിയ ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജിൽ നമ്മളൊക്കെ എങ്ങനെയാണ് ഈ CBC വേർഡ്സ്, നമുക്ക് ഈ ലാംഗ്വേജിൽ തന്നെ മോണ്ടിസോറി വേയിൽ ലാംഗ്വേജിൽ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിങ്ക് സീരീസ്, ബ്ലൂ സീരീസ്, എയർലി ഗ്രാമർ, അതേപോലെ തന്നെ ഗ്രീൻ സീരീസ്. ഈ പിങ്കിൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 3 ലെറ്റർ വേർഡ്സിലേക്കായിരിക്കും പോകുന്നത് അല്ലേ? അതേപോലെ പിങ്കിൽ നമ്മൾ എടുക്കുന്നത് 3 ലെറ്റർ വേർഡ്സ് ആയിരിക്കും, പിന്നെ 4 ലെറ്റർ, പിന്നെ ഗ്രാമർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഗ്രീൻ സീരീസിൽ ഇതെല്ലാം കൂടി യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ 2.5 തൊട്ട് കുട്ടികൾ ഒരു 6 ഇയേഴ്സ് കൊണ്ട് ഇംഗ്ലീഷിലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മിസ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, അപ്പോൾ ഇതിപ്പോ സ്റ്റുഡൻസിന്റെ കേസിലാണ് നമ്മൾ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ടീച്ചേഴ്സിനും കൊടുക്കണ്ടേ? അവർ ഉറപ്പായിട്ടും അവർക്ക് അത്രയും ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ട് ഇരിക്കണ്ടേ? അതെ.
അതെ, തീർച്ചയായിട്ടും നമുക്ക് ലാംഗ്വേജ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻട്രിയിൽ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സസും എക്സ്ട്രാ സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് കഴിഞ്ഞാലും നമ്മൾ അവരെ ഫുൾ കോഴ്സ് കഴിഞ്ഞു പൊക്കോളൂ എന്ന് പറയുന്നില്ല, നമ്മൾ അതിന്റെ ക്ലാസ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ കോഴ്സ് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് വരും. ടീച്ചിങ് പ്രാക്ടീസ് എല്ലാം കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് വരും, ക്ലാസ് എടുക്കാനും ഉള്ള ഒരു കോൺഫിഡൻസ് വരും. പിന്നെ നമ്മൾ ഈ ക്ലാസ്സസ് സ്പോക്കൺ ഇംഗ്ലീഷും അതേപോലെ തന്നെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് വരേണ്ട യൂസ് ചെയ്യേണ്ട വേർഡ്സും ലെറ്റേഴ്സും ഒക്കെ സെന്റൻസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്തോളൂ, അവർക്കൊരു പേടിയും വരത്തില്ല ക്ലാസ് എടുക്കാനായിട്ട്. ആക്ച്വലി എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇന്നലെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നല്ല സ്റ്റാറ്റസ് കണ്ടായിരുന്നു, നമ്മളുടെ സ്റ്റുഡന്റ് തന്നെ അതെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വരുന്നതിന് മുമ്പേ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ ഈവൻ ക്ലാസ് റൂമിൽ തന്നെ ഇംഗ്ലീഷ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ആള് ടീച്ചറാണ്, ബേസിക്കലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. എന്നിട്ട് നല്ല രീതിയിൽ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് സെഷനിലൂടെ പോയി കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ കോൺഫിഡൻസ് വരികയും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തത്. ആസ് എ നല്ല രീതിയിൽ ഇൻഡിവിജ്വലിയും കൂടെ പുള്ളിക്കാരിക്ക് ഡെവലപ്മെന്റ് ഒത്തിരി ഉണ്ടായി എന്നുള്ളത് ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് സ്റ്റാറ്റസ് ആക്കി. അതെ അതെ. അതേപോലെ തന്നെ നമ്മുടെ ടാസ്ക് ആക്ടിവിറ്റി ഒരു 6 മാസം അല്ലെങ്കിൽ 9 മാസം നമ്മുടെ ടാസ്ക് ആക്ടിവിറ്റി അസൈൻമെന്റ്സ് ഇതെല്ലാം കൂടുതലും ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഇവർ ഈ 6 മാസം 9 മാസം ഇംഗ്ലീഷുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതെന്താണ് ഇപ്പം ടെക്സ്റ്റ് ബുക്ക് നോക്കുന്നതായാലും അസൈൻമെന്റ്സ് എഴുതുന്നതായാലും അവർ ടാസ്ക് ചെയ്യുന്നതായാലും ടീച്ചിങ് പ്രാക്ടീസ് ആയാലും ഫുൾ ഇംഗ്ലീഷിലാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഡെയിലി ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞ് പോകുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറേ വേർഡ്സ് കുറേ വേർഡ്സ് കുറേ സെൻറ്റൻസസ് ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു 6 മാസം 9 മാസം കഴിയുമ്പോൾ തന്നെ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ ക്ലാസ് റൂം ഇംഗ്ലീഷ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും കൂടെ വരുമ്പോൾ ഒരു പെർഫെക്റ്റ് മോണ്ടിസോറി ടീച്ചറായിട്ട് നമുക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ എന്താണ് മോണ്ടിസോറി എന്നുള്ളത് ഇപ്പോൾ ഒരു തന്നെ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു കരിയർ ഗ്യാപ്പ് വന്ന ഒരു ആൾക്ക്, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരാൾക്ക് മോണ്ടിസോറി റെക്കമെൻഡ് ചെയ്യണം, അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? നമുക്കിതില് ഏജ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. 70 years, അതായത് നമ്മൾ ആ ഒരു 17 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ആവാം. ഏജ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏജ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല, നമ്മുടെ ആ ഒരു സ്കില്ലാണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമുക്ക് എത്രമാത്രം കൊച്ചു കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, വലിയ വലിയ കുട്ടികളല്ലല്ലോ. അപ്പൊ നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിൽക്കാൻ പറ്റണം, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഏജ് എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ലല്ലോ. നമ്മുടെ മക്കളെയൊക്കെ നോക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പം അത് ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് ഏജ് എന്ന് പറയുന്ന ഒരു പ്രശ്നമല്ല, ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. കാര്യം നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ തന്നെ അവരൊന്ന് ഇന്ററാക്ട് ചെയ്യും എല്ലാവരുമായിട്ട്. ഇപ്പൊ ഒറ്റയ്ക്കിരിക്കുന്നവരുണ്ടാവും, അതേപോലെ എബ്രോഡിലുള്ള ഒറ്റയ്ക്കിരിക്കുന്നവരുണ്ടാവും. ഇവരെല്ലാം നമ്മളെ ഗ്രൂപ്പിലൊന്ന് ആദ്യം തന്നെ സെറ്റാക്കി എടുക്കും, എന്നിട്ടാണ് നമ്മൾ ഈ കോഴ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം അവിടെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അല്ല. നമ്മൾ തന്നെ അവരെ ഒന്ന് ഇന്ററാക്ട് ചെയ്ത്, ഇപ്പൊ നമുക്ക് 50 ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവര് വരെ PG കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ മോണ്ടിസോറിയിലെ PG കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവര് പറയുന്നത്, മാം നമ്മൾ ഇത്രയും ഗ്യാപ്പിന് ശേഷം ആർക്കോ ഉണ്ടായ ഒരു ഫീലാണ്, നമ്മൾ ഈ ഒരു കോഴ്സ് ഫിനിഷ് ചെയ്യുന്നതിനെ കാട്ടിയും ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ഫീൽ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ആരൊക്കെയോ തിരിച്ചു വന്നു, നമ്മുടെ മക്കളൊക്കെ കുറച്ച് വലുതായി, ഇനി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം, അവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടിട്ട് നമ്മളൊരു ഇത് കംപ്ലീറ്റ് ചെയ്തത് കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കിത് എൻ്റെ അമ്മ ഇത് കംപ്ലീറ്റ് ചെയ്തല്ലോ എന്നുള്ളതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റുഡൻസ് വിളിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതായത് ഏജ് ആയിട്ടുള്ള, അതായത് ഈ 40, 45, 50 അവരാണ് ഈ നമ്മുടെ ഈ 30 ഏജിനെ കാട്ടി കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് ഇത് ഫിനിഷ് ചെയ്യുന്നത്. എല്ലാവരും എഫേർട്ട് ഇടാറുണ്ട്, പക്ഷെ ഇവരായിരിക്കും കുറച്ചും കൂടെ, ഈ ഗ്യാപ്പ് വന്നവരായിരിക്കും കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത്, അസൈൻമെന്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ ഗ്യാപ്പ് ഒരു ഇഷ്യൂ അല്ല. ഇപ്പോ കരിയർ സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു ഫീൽഡിലേക്ക് എത്തിയ ആളാണ് നമ്മളുടെ ഗായത്രി മിസ് എന്ന് പറയുന്നത്. അതായത് മിസ്സിന്റെ കരിയർ വേറെ തന്നെ ആയിരുന്നു, അതിൽ നിന്ന് മിസ് ഇതിലേക്ക് എത്തി. അപ്പൊ അത് മിസ് ഇത് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്തായിരുന്നു? ബേസിക്കലി നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാവരും സ്ത്രീകളായി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും പ്രഗ്നൻസി എന്ന് പറയുന്ന കാര്യം വരിക. അപ്പോൾ ആ ഒരു സമയം വന്നു കഴിയുമ്പോൾ, അമ്മയായി കഴിയുമ്പോൾ
പലരും മേജറായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, കരിയർ ഗ്യാപ്പ് എപ്പോഴും നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ആഫ്റ്റർ പ്രഗ്നൻസി അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടത്തിന് ശേഷമാണ്. കുട്ടികളെ നോക്കി വളർന്നു തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് ഗ്യാപ്പ് വന്നതുപോലെ തോന്നും. അവർ കണ്ടിന്യൂ ചെയ്തിരുന്ന ഫീൽഡിൽ പോലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. ആ ഒരു ഫീൽഡിലൊക്കെ ഇരിക്കുമ്പോൾ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നലാണ് മെജോറിറ്റി ആൾക്കാർക്കും ഉണ്ടാവുക. പിന്നെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോഴും അവർ ചോദിക്കുമ്പോൾ അമ്മ എന്താ ചെയ്യുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ വരും. അമ്മയ്ക്ക് എന്താ ജോലി, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കുട്ടികളെയും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇഷ്ടമുണ്ട്, കുട്ടികളെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ വളർത്തണം, അതോടൊപ്പം നമുക്ക് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കരിയർ ഓപ്ഷനാണ് മോണ്ടിസറി ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെയും അതേപോലെ തന്നെ വളർത്താൻ സഹായിക്കും. ആ ഒരു മെത്തേഡ്സ് എല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് കുട്ടികളെ വളർത്താം. അതോടൊപ്പം തന്നെ നമ്മുടെ കരിയറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ കരിയർ സ്വിച്ച് ചെയ്ത് വരുമ്പം ജസ്റ്റ് ഒരു മോണ്ടിസറി ടീച്ചറായിട്ട് മാത്രം നിൽക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമുക്കൊരു ഓൺടർപ്രണർ ആവാം, സ്വന്തമായിട്ട് സ്കൂൾ തുടങ്ങാം. ഹോം സ്കൂളിംഗ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഹോം സ്കൂൾ ട്യൂട്ടോർ ആവാം, പലരും ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, നമുക്ക് ഇതുപോലെ തന്നെ ആക്ച്വലി നിലോഫർ മിസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ആക്ച്വലി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ നൗ ഷീ ഈസ് ലൈക്ക് റിസർച്ചിലാണ് ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ വലിയൊരു മേഖല തന്നെയാണ് ശരിക്കും ഓപ്പണായി കിട്ടുന്നത്. വീട്ടിലിരുന്ന് നമ്മുടെ കംഫർട്ട് സ്പേസിലിരുന്ന് തന്നെ നമ്മുടെ കുട്ടികളോടൊപ്പം തന്നെ ബാക്കി എല്ലാ ജോലിയും നമ്മൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 months വെക്കേഷൻ ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മുടെ കുട്ടികളുള്ളപ്പോൾ നമ്മൾ കുട്ടികളെ വീണ്ടും ഡേ കെയറിൽ വിടുകയാണ്. നമുക്കതെല്ലാം ബ്രേക്ക് ചെയ്ത് നമ്മുടെ കുട്ടികളോട് തന്നെ രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വന്ന് അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനും വെക്കേഷൻ അങ്ങനെയുള്ള ഒരുപാട് ഭയങ്കര സുഖമുള്ളൊരു ഏർപ്പാടും കൂടെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഇടയ്ക്ക് ഒരു സ്റ്റുഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡ് തന്നൊരു ഗിഫ്റ്റാണ് മാം ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആള് ഓൾറെഡി ടീച്ചറാണ് സ്കൂളിൽ. അപ്പോൾ ഈ ഒരു കോഴ്സും കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണോ, ഓൾറെഡി ടീച്ചർ ആണല്ലോ, അപ്പോൾ നമുക്കൊരു കോഴ്സ് എടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. പക്ഷെ ആളിങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ളൊരു സ്റ്റേജിൽ നിന്നപ്പോൾ വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് കൊടുത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു എൻട്രിയിൽ മോണ്ടിസോറി TTC എന്ന് പറയുന്നത്. ആളിപ്പോ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സാം നടക്കുകയാണ്. ആളവിടെ KG ഹെഡായിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തു. അതായത് മോണ്ടിസോറി കോഴ്സ് ഉള്ളത് കൊണ്ടിട്ട് KG ഹെഡായിട്ട് ആ സ്കൂളിൽ സെലക്ട് ചെയ്യുകയും ചെയ്തു. അത് വലിയൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു വിളിച്ചറിഞ്ഞപ്പോൾ. മീൻസ് ഇപ്പോൾ പറഞ്ഞില്ല, അതായത് B.Ed കഴിഞ്ഞ് ഓൾറെഡി ടീച്ചർ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത്. അപ്പോൾ ഈ എല്ലാവർക്കും ഒരുപക്ഷെ ഒരു സംശയം കൂടെ വരാം, B.Ed ഉണ്ടെങ്കിൽ ടീച്ചർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഉണ്ട്. അതായത് മോണ്ടിസോറി എന്ന് പറയുമ്പോൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ്. അപ്പം അത് B.Ed ഉണ്ടെങ്കിലല്ലേ ടീച്ചർ ആവാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംശയം ഒരുപാട് പേർക്ക് ഇപ്പോഴും ഉണ്ട്. അതെ, അതായത് ഇപ്പൊ സ്കൂളുകളിൽ വരുന്നത് ഇപ്പൊ കുറെ ടീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ആയിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്കൂളുകളിൽ മോണ്ടിസോറിയും കൂടെ വേണം എന്നുള്ളത് പല സ്കൂളുകളിലും വരുന്നുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ മോണ്ടിസോറി സ്കൂള് വരുന്നതേ ഉള്ളൂ, അതായത് എല്ലായിടത്തും എത്തിയിട്ടില്ല മോണ്ടിസോറി സ്കൂളിൽ നിന്ന്. കൂടുതലും ട്രഡീഷണൽ സ്കൂളിൽ തന്നെയാണ് മോണ്ടിസോറി ടീച്ചേഴ്സിനെ എടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വേ ഓഫ് ടീച്ചിങ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിപ്പിക്കുക മാത്രമല്ല, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം പ്രസന്റേഷനിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അത് കുറച്ചും കൂടെ സ്കൂളുകളിൽ ഇപ്പോൾ അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടിട്ട് B.Ed എടുത്ത ടീച്ചേഴ്സും നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ആയിട്ടുണ്ട്. പ്രിൻസിപ്പൾ വരെ നമ്മുടെ കോഴ്സുകളിൽ ഓരോ ബാച്ചസിലുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ മോണ്ടിസോറി എന്നുള്ളത് മസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോണ്ടിസോറിയുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ എത്രത്തോളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഒരാൾ മോണ്ടിസോറി ചൂസ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കേസിൽ? ഇപ്പോൾ മോണ്ടിസോറി TTC എടുത്താൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഒരു പക്കാ മോണ്ടിസോറി സ്കൂളിൽ മാത്രമേ നമുക്ക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഒരു മോണ്ടിസോറി TTC എടുക്കുന്ന ഏതൊരാൾക്കും ഒരു ട്രഡീഷണൽ സ്കൂൾ എന്ന് വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന പോലെ CBSE സ്കൂൾ അല്ലെങ്കിൽ ICSE സ്കൂൾ അങ്ങനത്തെ സ്കൂളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള പറ്റുന്ന തരത്തിൽ
രൂപത്തിലുള്ള ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനാണ് മോണ്ടിസോറി TTC എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമുക്ക് എന്താണ് GCC കൺട്രീസിൽ, ഗൾഫ് കൺട്രീസിലൊക്കെ ഈസി ആയിട്ട് ജോബ്സ് കിട്ടും. ഇനിയല്ല നിങ്ങൾക്ക് ഒരിടത്തും പോകേണ്ട, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാം. അതിലുപരി ഏറ്റവും കൂടുതൽ വേണം നമ്മൾ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തമായിട്ടൊരു 1000 രൂപ എടുക്കാനായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമുക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് നമ്മൾ ടീച്ചറായി വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാലറി പാക്കേജസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സാലറി വരുന്നത് നമുക്കിപ്പോൾ ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്കൂൾസിലാണെങ്കിൽ അതനുസരിച്ചുള്ള സാലറി കിട്ടും. ഇപ്പോൾ സാലറി കുറവായിട്ടുള്ള സ്കൂൾസും ഉണ്ട്, നല്ല കൂടുതലായിട്ടുള്ള സ്കൂൾസും ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്യുന്നത് ആ ഒരു സ്കൂളിന് എത്രത്തോളം റെപ്യൂട്ടേഷൻ ഉണ്ട്. നല്ല വലിയ സ്കൂളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറീസ് കിട്ടും. ഇനി സാലറി കുറഞ്ഞ സ്കൂൾസും നമുക്ക് ചുറ്റുമുണ്ട്. കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങൾ പോലെ തുടങ്ങുന്ന ഒരു ഓണ്ടർപ്രണർ പെട്ടെന്ന് തുടങ്ങുന്ന ഒരു സ്കൂള്, അവിടേക്ക് പോകുമ്പോഴേക്ക് കുറച്ച് സാലറി കുറവായിരിക്കും. പക്ഷേ വളരെ ഹൈ ലെവലിൽ നിൽക്കുന്ന സ്കൂൾസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈ പേയ്മെൻറ്റ് തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് GCC കൺട്രീസിലൊക്കെ പോയാൽ നല്ല സാലറി തന്നെ നമ്മുടെ സ്റ്റുഡൻസ് കിട്ടുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ഗൈഡൻസ് എന്തെങ്കിലും ഇതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്? അതായത് ഇപ്പോൾ GCC പോലുള്ള കൺട്രീസിലൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് എക്സ്ട്രാ ഗൈഡൻസ് എന്തെങ്കിലും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു കോഴ്സ്. ഇപ്പോൾ നോർമൽ ഇപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യമാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ എന്തൊക്കെയാണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് GCCയിലുള്ള ആളും കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞത് കണക്ക് സ്കില്ലാണ്, നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ വേണ്ടത്. 12th കഴിഞ്ഞോ അല്ലെങ്കിൽ 10th കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി PG ഈ ഡോക്ടർ ഏത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കില്ല് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മളിപ്പോൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സോ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബേസിക് ആയിട്ട് ഒരു ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ ആസ് എ ടീച്ചർ നമ്മൾ എങ്ങനെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യണം, ഒരു റൈം സ്റ്റോറി എന്നുള്ള ബേസ് തൊട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ലൈവ് സെഷൻസ് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് വന്ന് എടുക്കുന്നത്. ആ ഒരു ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴേ ഇവര് ഓൾറെഡി കുറച്ചൊരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവർക്കൊരു ഡിഫറൻസ് മേക്ക് ചെയ്യാൻ പറ്റും. ഇന്റർവ്യൂ ബോർഡിൽ പോകുമ്പോൾ ഡെമോ ക്ലാസ് പ്രസന്റ് ചെയ്യുന്നതിലാണെങ്കിൽ ആ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുന്നേ തന്നെ സ്കില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ബേസിക് ആയിട്ടൊരു സെഷൻ കൊടുക്കുന്നുണ്ട്. പ്രോപ്പർലി എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യേണ്ടത്, ഇന്റർവ്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ റെസ്യൂമേയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോപ്പർ ഒരു റെസ്യൂമേ ബിൽഡ് ചെയ്യേണ്ടത്. കാരണം അഡ്മിഷൻ എടുക്കുന്ന പലർക്കും ഒരു റെസ്യൂമേ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പലരും നമുക്ക് അഡ്മിഷൻ എടുക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വരെ ബേസിക് ആയിട്ടുള്ള റെക്കോർഡിങ്സോടുകൂടിയുള്ള ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് നമ്മൾക്ക് ഏറ്റവും ഇതായിട്ടുള്ളത് നമ്മുടെ എൻട്രിയിൽ നിന്ന് മാത്രമായിട്ടുള്ള ഒരു ഏറ്റവും ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് റെസ്യൂമേ റിവ്യൂ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റുഡൻസിന് റെസ്യൂമേ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യാനായിട്ടൊരു പാനൽ തന്നെയുണ്ട്. അവർ കൃത്യമായിട്ട് കറക്റ്റ് ചെയ്ത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തെറ്റ് വരാതെ നോക്കുക എന്നുള്ളത്, അങ്ങനെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ കരിക്കുലത്തിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. അത് സെപ്പറേറ്റഡ് ആയിട്ടുള്ളതല്ല. എൻട്രിയിൽ ആരാണോ എൻറോൾ ആവുന്നത് അവർക്ക് ഈ സ്കില്ലിംഗ് അതായത് പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് പ്രോപ്പർ ആയിട്ടുണ്ട്. ആൻഡ് ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞവർക്കാണെങ്കിൽ പ്ലേസ്മെന്റ് അവരെപ്പോഴാണോ പ്ലേസ്ഡ് ആവുന്നത് അതുവരെ ഓരോ ഓപ്പർച്യൂണിറ്റീസും നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷനും പാസ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇപ്പോൾ കോഴ്സ് നമുക്ക് വരുന്നത് ഓൺലൈനായിട്ട് നമുക്ക് 6 months കോഴ്സ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? എക്സാം ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ GCC കൺട്രീസിലുള്ള സ്റ്റുഡൻസിനാണെങ്കിലും നാട്ടിലുള്ള സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാവർക്കും ഓൺലൈനായിട്ട് തന്നെയാണ് എക്സാം നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് എക്സാം ടീംസ് ഉണ്ട്. അവരായിരിക്കും ഇൻവിജിലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ക്യാമറ ഓൺ ആക്കി വെക്കുന്നു, നമ്മുടെ ഫേസും നമ്മൾ എഴുതുന്ന പേപ്പറും കാണുന്ന രീതിയിലായിരിക്കും നമ്മളത് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് എക്സാം എഴുതുന്നത്. ഒരു ഓൺലൈൻ എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ ഓഫ്ലൈനിനെ കാറ്റിയും ഓൺലൈൻ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ്. ആ ഒരു വെയിൽ തന്നെയാണ്, നല്ല പക്ക ആ ഒരു കറക്റ്റ് വെയിലാണ് നമ്മുടെ എക്സാം പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്റ്റുഡൻസിന് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഓൺലൈനായിട്ട് നടക്കുമ്പോഴത്തേക്ക് എഴുതിയില്ലെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അല്ല, നമ്മുടെ കറക്റ്റ് ഓഫ്ലൈനിൽ നമ്മൾ എങ്ങനെയാണോ പോയിരുന്ന് എഴുതുന്നത് അതേപോലെ കറക്റ്റ് ഓർഡറിൽ നമ്മൾ ലിസ്റ്റൊക്കെ എടുത്ത് നമ്മുടെ ഈ എക്സാമിനേഴ്സിന് കൊടുത്ത് അവരായിരിക്കും അത് ഗൈഡ് ചെയ്യുന്നതും. കറക്റ്റായിട്ട്
അവേഴ്സ് ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത്. അതുവരെയും സ്റ്റുഡൻസ് ഓൺലൈനിൽ ഇരുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നില്ല. അപ്പോൾ ഈ പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലും എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് കഴിയുമ്പോൾ തന്നെ ആ ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനെ നമ്മളൊരു പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിലോട്ട് ആഡ് ആക്കും. നമുക്കൊരു പ്ലേസ്മെൻറ്റ് ടീം തന്നെയുണ്ട്. ആ ഒരു ടീം ജെനുവിൻ ആയിട്ടുള്ള കുറേ ലീഡ്സ് ആ ഒരു ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മുടെ ലൊക്കേഷനുള്ള സ്കൂൾസ് ഏതാണെന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ആ സ്കൂളിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ അത് വേണ്ട, നമുക്ക് അത്രയും വരെ വെയിറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ സ്കൂളിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂൾസിലൊക്കെ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് CV കൊടുത്തിട്ട് നമുക്ക് പ്ലേസ്ഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതല്ല, നമുക്ക് പ്ലേസ്മെൻറ്റ് ടീമിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള ലീഡ്സ്, അതിപ്പോൾ നാട്ടിലെ ആയാലും അബ്രോഡുള്ള GCC കൺട്രീസിലുള്ളതായിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള ലീഡ്സ് നമ്മൾ പ്ലേസ്മെന്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ പ്ലേസ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജസ്റ്റ് ടീച്ചേഴ്സ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അങ്ങനെ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് മാത്രം, ചില 10th കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി മാത്രമല്ല അസിസ്റ്റൻസ് ഉള്ളത്. നമ്മുടെ PG ഒക്കെ ചെയ്യുന്നതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, HR ഉണ്ട്, അസിസ്റ്റന്റ് ബാങ്ക് മാനേജേഴ്സ് ഉണ്ട്. അങ്ങനെ വിവിഡ് ആയിട്ടുള്ള കാറ്റഗറീസ് എന്നുള്ള ആൾക്കാർ കരിയർ സ്വിച്ചിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ തന്നെ ലീഡ്സ് ഫോർവേഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ശരിക്കും. ഇപ്പോൾ മിസ് ഒരുപാട് കരിയർ സ്വിച്ചിങ്ങിൻ്റെ കേസ് പറഞ്ഞു, അതായത് ലൈക്ക് അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ ആക്ച്വലി ഏജും കരിയർ ഗ്യാപ്പ് അല്ലെങ്കിൽ കരിയർ സ്വിച്ചിങ് പോലും നമ്മളുടെ ഒരു മോണ്ടിസോറി കോഴ്സ് എടുക്കാൻ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല അല്ലേ അവിടെ? ഇതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് മാറുന്നില്ല. കരിയർ ഗ്യാപ്പ് ആയിക്കോട്ടെ, കരിയർ സ്വിച്ചിങ് ആയിക്കോട്ടെ, ഈവൻ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പാതി വഴിയിൽ വെച്ച് മുടങ്ങിപ്പോയതാണെങ്കിൽ പോലും പലരും, നമ്മുടെ പല സ്റ്റുഡൻസും ഉണ്ട് വന്നിട്ട് പറയുന്നത്, ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല, എന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി, ഇനി എനിക്കൊന്നും ആവാൻ പറ്റില്ല എന്നെടുത്തുനിന്ന് തിരിച്ചു വരവാണ് പലവർക്കും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ മനസ്സിൽ നമ്മൾ യൂണിവേഴ്സ് പറയില്ലേ, നമ്മൾ ഭയങ്കരമായിട്ടൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ട് കോൺസ്പയർ ചെയ്യുന്നു. എക്സാക്ട്ലി അത് പ്രാവർത്തികമാക്കി ഒരുപാട് സ്റ്റുഡൻസ് നമുക്കുണ്ട്. 18 വർഷത്തോളം പഠിക്കാതെ, എഡ്യൂക്കേഷൻ ഇല്ലാതെ തന്നെ പഠിക്കാതെ ഒന്നിരുന്ന് വീട്ടിൽ കുട്ടികളെയൊക്കെ നോക്കിയിരുന്നവരുണ്ട്. ഇതേപോലെ തന്നെ സഡൻ ആയിട്ട് അസിസ്റ്റന്റ് ബാങ്ക് മാനേജറായിട്ട് ഇരുന്നിട്ട് തന്നെ മോണ്ടിസറി കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, PG കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, ദെൻ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം വരുന്നത് പറയുക, ഇഫ് ദേർ ഈസ് എ വിൽ ദേർ ഈസ് എ വേ എന്ന് പറയുന്ന പോലെ നമുക്ക് ആക്ച്വലി മോണ്ടിസറി എന്ന് പറയുന്നത് ആർക്കും എടുക്കാം. അതൊരു പ്രത്യേകിച്ചൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണെന്നോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആൾക്കാർക്ക് പറ്റില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. ഇഫ് യു ലവ് ചിൽഡ്രൻ, നിങ്ങൾക്കൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എഡ്യൂക്കേഷൻ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ ആണ്. കാരണം നമ്മൾ സത്യാഗ്രഹമൊക്കെ പറയല്ലോ, ഗാന്ധിജിയുടെ സത്യാഗ്രഹം വളരെ കാമായിട്ട് പോയതാണ്, അഹിംസാ രീതിയിൽ പോയതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റിവോൾവ് ഉണ്ടായത്. നമുക്ക് അതായത് ഭയങ്കര സ്ട്രൈക്സും ഒന്നും ആവശ്യമില്ല. വളരെ കാമായിട്ട് ഓരോ വീട്ടിലെ ഓരോ സ്ത്രീയും ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ആ കുട്ടികൾക്കും അത്രയും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കിട്ടും. അങ്ങനെ നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മളിപ്പോൾ മുന്നിൽ കാണുന്ന ഒരുപാട് ഇഷ്യൂസിന് ഒരു നല്ല സൊല്യൂഷനാണ് ഈ നമ്മുടെ മോണ്ടിസറി വേ ഓഫ് രീതി. എസ്പെഷ്യലി ഞാൻ പറയാൻ കാരണം ആ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ കുട്ടികൾക്ക് അത്രയും ഓർഗാനിക് ആയിട്ടൊരു ലേണിംഗ് പ്രോസസ്സിലൂടെ മാറാനും അത് കരിയർ വൈസ് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോണ്ടിസറി TTC എന്ന് പറയുന്നത്. ഇതിൽ നമുക്കൊരു സെൽഫ് ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാൻ പറ്റും എന്ന് പറയാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും 100% ആയിട്ട് നമുക്ക് സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും. സെൽഫ് ഇൻഡിപെൻഡന്റ് ആവുന്നതിനൊപ്പം തന്നെ നമുക്ക് കൂടെയുള്ളവരെയും ഒരുമിച്ച് ഉയർത്തിയെടുക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ മാത്രമല്ല ഇവിടെ ഡിപെൻഡ്, അതായത് മെന്റലി വരെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസ് നമ്മുടെ ഇതിൽ വന്ന് അവർക്ക് ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ടെന്ന് റിവ്യൂ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരുപാട് പ്രഷറിൽ നിന്ന് കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആയിരുന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് വരികയും തിരിച്ച് ഒരു എൻലൈറ്റ്മെന്റ് സിറ്റുവേഷൻസ് ഒക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. തന്റെ പവർ തിരിച്ചറിയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് പോവാതെ ചുറ്റുമുള്ളവരെയും ഒരുപോലെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നമ്മള് ഇവിടെ എന്ന് പറഞ്ഞൊരു കൂട്ടാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഒരുപോലെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഒരുമിച്ച് കൂടുകയാണ് എസ്പെഷ്യലി. അപ്പോൾ പരസ്പരമുള്ള ആ ഒരു സ്നേഹവും ഇതുമൊക്കെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക എനർജിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു ബാരിയറും ഇല്ലാത്ത ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കിപ്പോൾ നമ്മുടെ
മുമ്പിൽ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നു കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വേ അവർക്ക് റിലീവ് ചെയ്യാൻ ഒരു സ്റ്റെപ്പായിട്ട് മാറും മോണ്ടിസറി TTC. അപ്പോൾ നമ്മളത് ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് ഒരുപാട് സംശയം വരും. ലൈക്ക് അവർക്കൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടാവും. ഇത് എന്നെ കൊണ്ട് പഠിച്ചാൽ ശരിയാവോ? ഇപ്പോൾ നമ്മൾ മോണ്ടിസോറി സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ലൈക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഒരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഈ ഒരു മോണ്ടിസോറി സിസ്റ്റം? തീർച്ചയായിട്ടും അതിനാണ് നമ്മുടെ മെന്റേഴ്സ് ഉള്ളത്. അതായത് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ കുറെ ടാസ്കും കാര്യങ്ങളും എല്ലാം സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെയും നമ്മുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാകും. ഈവൻ എക്സാം ആണെങ്കിലും അതിൻ്റെ ഇടയിൽ വരുന്ന വൈവ ആണെങ്കിലും അസൈൻമെന്റ് ആണെങ്കിലും ടീച്ചിങ് പ്രാക്ടീസ് ആണെങ്കിലും നമുക്ക് 22 days ടീച്ചിങ് പ്രാക്ടീസ് വരുന്നുണ്ട് ഡിപ്ലോമയിൽ. അതിന് പോലും ഈച്ച് ആൻഡ് ഓരോ ഡേയ്സിൽ 22 daysഉം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മെന്റേഴ്സ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കോഴ്സ് എടുത്ത് ഇതാണ് നമ്മുടെ കോഴ്സ് നിങ്ങൾ ചെയ്തോളൂ എന്നല്ല പറയുന്നത്. ഈ 6 months ആണെങ്കിലും 9 months ആണെങ്കിലും എന്താണ് കറക്റ്റായിട്ട് ഓരോ മന്തും ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഓരോ മെന്റേഴ്സും കറക്റ്റായിട്ട് അവരെ ഗൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മിസ് ടീച്ചിങ് പ്രാക്ടീസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് വരുന്നത് ഇവിടെയുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, പുറത്തുള്ള കൺട്രീസിലുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്. അതുപോലെ പുറത്ത് പോയി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ സെക്ഷൻ കൊടുക്കുന്നത് എങ്ങനെ? നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ടീച്ചിങ് പ്രാക്ടീസ് 22 days കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള നമുക്ക് ലൊക്കേഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവരോട് പറയാറുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര ദൂരെ പോയി ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് 22 days കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റില്ല, ഇപ്പോൾ ക്യാരിങ് ആയിട്ടുള്ളവരുണ്ടാകും, ചിലപ്പോൾ എബ്രോഡിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാകും. അവർ ചെയ്യാന്ന് വെച്ചാൽ ഓൺലൈൻ ആയിട്ട് നമ്മൾ 22 days ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഓൺലൈൻ ആണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണോ എന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ അവർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓഫ്ലൈൻ ആയിട്ട് എങ്ങനെയാണോ ഒരു ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഓൺലൈൻ ആയിട്ടും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ GCC കൺട്രീസിൽ തന്നെയും ടീച്ചിങ് പ്രാക്ടീസ് ഓഫ്ലൈൻ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസും ഉണ്ട്. സൗദിയിലാണെങ്കിലും അവിടെ തന്നെ പ്ലേസ്മെന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. ടീച്ചിങ് പ്രാക്ടീസിന് പോയി 22 days കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ തന്നെ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. ഇതിൽ നമുക്ക് എത്രത്തോളം ഓൺലൈൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്? ഓൺലൈൻ കരിയർ ഓപ്പർച്യൂണിറ്റീസും ഏറ്റവും കൂടുതൽ ഓഫ്ലൈൻ പോലെ തന്നെ വരുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സൈഡ് ഹസലിന്റെ കാലഘട്ടമാണ്. എല്ലാവരും മൾട്ടിപ്പിൾ വേ ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ അഡ്വക്കേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ ട്യൂട്ടോറിംഗ് ഓപ്പൺ ചെയ്യാം. സ്വന്തമായിട്ട് തന്നെ ഓൺലൈൻ ട്യൂട്ടോറിംഗ് സൈറ്റ്സ് ഓപ്പൺ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ട്യൂഷൻസ് ക്ലാസ്സസ് ഉണ്ട്, അവിടെ പോവാം. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ സ്കൂൾസും ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ സ്കൂൾസ് അത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അൺസ്കൂളിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും തന്റെ കുട്ടികളെ വീട്ടിൽ ഇരുത്തി തന്നെ ഹോം സ്കൂളിംഗ് തന്നെ സ്കൂളിൽ വിടാതെ പഠിപ്പിക്കാൻ. അപ്പൊ ആ കുട്ടികൾക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ രീതിയിൽ തന്നെ ഖാൻ അക്കാഡമി എന്നൊക്കെ പറഞ്ഞിട്ട് റിനോൺഡ് ആപ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡ് ഹസലിന്റെ ഭാഗമായിട്ടും ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡൗട്ട്സ് ഇനിയും വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളുടെ ബയോയിൽ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക.